നമസ്കാരം. സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് ഈ കാണുന്ന മനോഹരമായ ഒരു 4 BHK ഡബിൾ സ്റ്റോറേഡ് കണ്ടംപററി ഡിസൈനിൽ പണിയിപ്പിച്ചിട്ടുള്ള വീടിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് 50 മീറ്റർ മാറി, അതായത് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്ന് വരാവുന്ന ദൂരത്തിൽ ചെയ്യുന്ന ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എടുത്തു പറയേണ്ടത് ഈ വീടിൻ്റെ എൻട്രൻസ് നൽകിയിരിക്കുന്ന മതിലിനെ കുറിച്ചാണ്. ടെറാക്കോട്ട ജാളിയൊക്കെ നൽകി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ വീടിൻ്റെ മതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഈ വീടിൻ്റെ എൻട്രൻസിനായിട്ട് നൽകിയിരിക്കുന്ന 16 അടിയുടെ ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. കൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റും ഈ വീടിൻ്റെ എൻട്രൻസിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇൻ്റർലോക്ക് ഇട്ട് മനോഹരമാക്കിയ ഈ വീടിൻ്റെ മുറ്റം. നമുക്ക് ഈ മുറ്റത്ത് ഇൻബിൽറ്റായിട്ടൊരു കാർ പാർക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ 2 കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. മനോഹരമായ ഒരു ഗ്രീനറി, ഒരു കൊച്ചു ഗാർഡൻ, ഫാമൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ഗാർഡൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വളരെ സ്പേഷ്യസായ ഒരു പാർക്കിംഗ് ഏരിയ ആയിട്ടാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വീടിന് ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ക്ലാഡിങ്ങും ടെക്സ്ചർ വർക്കും കൊണ്ട് ബ്യൂട്ടിഫുള്ളായി ചെയ്ത ഒരു എലിവേഷനാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഒരു ഗാർഡൻ ഈ സൈഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് കൊണ്ട് മനോഹരമാക്കിയ ഈ കാർ ഷെഡിനോട് ചേർന്നാണ് സിറ്റ് ഔട്ട് ഒരുക്കിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ മനോഹരമായ വുഡൻ ഫിനിഷിൻ്റെ ക്ലാഡിംഗ് ഒരുക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഡോറ് എന്ന് പറയുന്നത് തേക്കിൻ്റെ മനോഹരമായ വർക്കുകൾ കൊണ്ട് ചെയ്ത ഒരു തേക്കിൻ്റെ ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് മനോഹരമായ സ്പേഷ്യസായ ഒരു ലിവിങ് ഏരിയയാണ്. വളരെ സ്പേഷ്യസായ ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് എത്ര വലിയ സോഫയും ക്രമീകരിക്കാനായിട്ട് സാധിക്കും. മനോഹരമായ BLDC ഫാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിങ്ങിൻ്റെ മനോഹരമായ വർക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ TV യൂണിറ്റ് തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. എത്ര വലിയ TV നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈറ്റ് 2 കളർ കോംബോ ആയിട്ട് ക്രമീകരിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണ്ടംപററി പോർട്ടബിൾ ടൈപ്പ് TV യൂണിറ്റാണ് ഈ ലിവിങ്ങിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്നും മാറിയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ സ്പേഷ്യസായ ഒരു ഡൈനിങ് ഏരിയയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. നമുക്ക് സ്റ്റെയറിൻ്റെ സമീപത്തായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. നമുക്കൊരു 10 ചെയർ ഇടാൻ കഴിയുന്ന ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീടിൻ്റെ എല്ലാ ഏരിയകളിലും മനോഹരമായ ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. BLDC ഫാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചനാണ് നൽകിയിട്ടുള്ളത്. ഈ ഡൈനിങ്ങിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് കിച്ചണിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അത് നൽകിയിട്ടുള്ളത്. മനോഹരമായ സ്പ്രേ പെയിൻറ്റിൻ്റെ വർക്കുകൾ കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത കബോർഡ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ടോപ്പാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട പവർ പ്ലഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെയും സ്ലാബിന് മുകളിലുമായിട്ട് നമുക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു ചിമ്മിനി വയ്ക്കാനുള്ള സൗകര്യം ഈ കിച്ചൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഡൈനിങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ടേബിൾ ടോപ്പായിട്ട് ക്രമീകരിച്ച ജാഗ്വാറിൻ്റെ ഒരു വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വളരെ മനോഹരമായി ക്രമീകരിച്ച ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും റൗണ്ട് ഷേപ്പായിട്ടുള്ള ഒരു ഗ്ലാസ്സും ഒക്കെ ഉൾപ്പെടുത്തിയ മനോഹരമായ ഒരു വാഷ് ഏരിയയും ഈ ഡൈനിങ് ഏരിയയ്ക്ക് സമീപത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമായിട്ട് തന്നെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അറ്റാച്ചായി തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇൻറ്റീരിയറിൻ്റെ എല്ലാം പ്രാധാന്യം നമുക്ക് എടുത്ത് കാണാവുന്നതാണ്. വാൾസിലെല്ലാം തന്നെ മനോഹരമായ ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ വളരെ സ്പേഷ്യസായ ഒരു കബോർഡ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടി വരുന്ന രീതിയിലാണ് നമുക്കത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസായ ഒരു കിങ് സൈസ് കോട്ടൊക്കെ ഇടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ റൂം തന്നെയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീടിൻ്റെ സ്റ്റെയറിന് നൽകിയിരിക്കുന്നത് മാൻ ഫിനിഷിൻ്റെ ലെപ്പോത്ര ടൈലാണ്. കൂടാതെ വുഡും സ്റ്റീലും കോംബോ ആയിട്ട് ക്രമീകരിച്ച ഒരു ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഇടതുവശത്ത് കാണുന്ന മനോഹരമായ ടെക്സ്ചർ വർക്ക് ഈ വീടിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ റോസ് കളറാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ ലിവിങ് ആദ്യം പരിചയപ്പെടാം. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. വാഷ് ചെയ്ത തുണികൾ ടെറസിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യത്തിനാണ് അത് ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമുക്കിവിടെ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. താഴത്തെ ബെഡ്റൂമിന് നേരെ മുകളിലായിട്ട്, അതായത് കന്നിമൂല ബെഡ്റൂമിന് നേരെ മുകളിലായിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. വളരെ സ്പേഷ്യസായ താഴത്തെ റൂമിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക്
ഈ റൂമിൻ്റെ വാൾസിലും മനോഹരമായ ടെക്സ്ചർ വർക്കുകൾ കാണാനായിട്ട് സാധിക്കും. മനോഹരമായ ഒരു കബോർഡ് ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കബോർഡിലും നമുക്ക് ഇൻബിൽറ്റായി തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അറ്റാച്ചായി ക്രമീകരിച്ച ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു ബാത്റൂമും ഈ റൂമിന് അറ്റാച്ചായിട്ട് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു റൂമാണിത്. മനോഹരമായ വർക്കുകൾ കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻറ്റീരിയർ ചെയ്ത ഒരു റൂം തന്നെയാണിത്. ഇവിടെ നമുക്ക് കബോർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റാച്ചായി തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ഈ റൂമിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മനോഹരമായ ഈ ബാൽക്കണിയിൽ നമുക്ക് മനോഹരമായ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമായ ഹാൻഡ് റെയിലും അയൺ ട്യൂബ് കൊണ്ടും ബ്യൂട്ടിഫുള്ളായി ക്രമീകരിച്ച ഒരു ഇൻറ്റീരിയറിനെല്ലാം പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒരു ഓപ്പൺ ബാൽക്കണിയാണ് ഈ റൂമിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഇതാണ് ഈ റൂമിലെ ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ മുറി. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്കെല്ലാം നൽകിയ മറ്റുള്ള എല്ലാ റൂമുകളെയും പോലെ തന്നെ ക്രമീകരിച്ച ഒരു അറ്റാച്ച് റൂം തന്നെയാണത്. അറ്റാച്ച് ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു കബോർഡ്സും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. 4.5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയെഴുപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. ഈ വീട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീടിൻ്റെ ചില പ്രത്യേകത കൂടി എടുത്ത് പറയാം. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് 50 മീറ്റർ, അതായത് ബസ് സ്റ്റോപ്പിൽ നിന്ന് 50 മീറ്റർ നടന്നാൽ നമുക്ക് ഈ വീട്ടിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. തടികളെല്ലാം തന്നെ തേക്ക്, ആഞ്ഞിലി, അൽക്കേഷ്യ മുതലായവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഇൻറ്റീരിയർ വർക്ക് കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ വീട് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ചെറിയ ഗാർഡൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് നമുക്ക് കിണറും വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഈ വീടിനെക്കുറിച്ച് അറിയുന്നതിനായിട്ട് നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുകയോ വീട് കാണുവാനായിട്ട് വരികയോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.